വെച്ചു എന്ന് പറയുമ്പോൾ അത് കട്ടിലിന്റെ അടിയിലല്ലല്ലോ വെക്കണേ. പിന്നെ അതോടൊപ്പം അത്രയും വലിയൊരു വീട്ടില് ഈ സുധിയുടെ അവാർഡ് വെക്കാൻ ഒരു ഇടയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കഷ്ടം തന്നെയാണല്ലോ. ഭയങ്കര ന്യായീകരണമായി പോയി അത്. അത്യാവശ്യം വലിപ്പമുള്ള വീടുമാണ്. ആ വീട്ടിലൊന്നും ഒരു ഇടവും ഇല്ല നിങ്ങൾക്ക് അത് സൂക്ഷിക്കാനായിട്ട്. കട്ടിലിന്റെ അടി മാത്രമുള്ളോ? ചാക്കി കെട്ടി എന്നാൽ പൊക്കത്ത് കയറ്റി വെക്കത്തില്ലായിരുന്നോ? തട്ടുപുറത്തുമല്ലോ. അങ്ങനെയായിരുന്നു കൊച്ചി എടുക്കത്തില്ലായിരുന്നു എന്നുള്ളൊരു ന്യായീകരണം അവിടെയെങ്കിലും ശരിയായേനെ. അടുത്തൊരു ഓൺലൈൻ ചാനലിന് കൊടുത്ത ഒരു ന്യായീകരണ വീഡിയോ കൂടെ ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാവേ. സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടില്ല. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതെന്താ വെച്ചാൽ മൂത്ത മോൻ അവൻ്റെ വ്ളോഗ് ജസ്റ്റ് എടുത്തായിരുന്നു വീട്ടിൽ. അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടായതുകൊണ്ട് ഇപ്പം ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ അറിഞ്ഞു പോലുമില്ല. അപ്പം പെട്ടെന്ന് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ടെല്ലാം തുണിയൊക്കെ നനഞ്ഞ തുണിയൊക്കെ നമ്മളെല്ലാവരും ഇടുന്നതാണ്, കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും കാര്യം പറയണ്ട, രേണുവിന്റെ കാര്യം പറഞ്ഞാൽ മതി. എല്ലാവരും നനഞ്ഞ തുണിയൊക്കെ കട്ടിലിൽ കൊണ്ടിടുന്ന രേണുവിനോട് ആരാ പറഞ്ഞേ? എല്ലാവരും നനഞ്ഞ തുണിയൊക്കെ ഉണങ്ങാൻ കട്ടിലിന്റെ പുറത്തിടുന്നേ. അത് നമ്മൾ കിടക്കണ സാധനമല്ലേ. അപ്പൊ ബെഡ് നനഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ കിടക്കാൻ കൊള്ളാവോ? നനഞ്ഞ തുണിയൊക്കെ എല്ലാവരും കട്ടിലിൽ കൊണ്ടിടുന്നു. രേണുവിന്റെ കാര്യം പറയുക. എല്ലാവരും അങ്ങനെ നനഞ്ഞ തുണിയൊന്നും കട്ടിലിൽ കൊണ്ടിടത്തില്ല. വീട് വൃത്തികേടായി കിടക്കുന്നു എന്ന് കമന്റ് കണ്ടോണ്ടായിരിക്കും ചിലപ്പോൾ അത് പറഞ്ഞത്. എന്തായാലും ബാക്കി കേൾക്കാം.